Today we are going to discuss a topic called crystal defects or lattice defects. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ലാറ്റിസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പലരും പ്ലസ് ടുവിലും ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. സോ മെയിൻലി നമുക്ക് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് വരുന്നത്? നമ്മൾ ബേസിക് സ്ട്രക്ചേഴ്സാണ് നമ്മൾ പഠിച്ചത്. സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, ഹെക്സാഗണൽ ക്ലോസ്ഡ് പാക്കിംഗ് തുടങ്ങിയ സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഈ സ്ട്രക്ചേഴ്സിനെല്ലാം തന്നെ ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട്. സിമ്പിൾ ക്യൂബിക് എടുത്താൽ അതിന് ക്യൂബ് ഷേപ്പാണ്, അതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ക്യൂബ് ഷേപ്പാണ് യൂണിറ്റ് സെല്ലിൻ്റെ. അതിൻ്റെ എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ട്. ബോഡി സെൻറ്റേഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സിലും ആറ്റമുണ്ട്, ക്യൂബിക്കൽ ഷേപ്പാണ്. ബോഡിയുടെ സെൻറ്ററിൽ ഒരു ആറ്റമുണ്ട്. ഫേസ് സെൻറ്റേഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സിലും ആറ്റമുണ്ട്, എല്ലാ ഫേസസിലും ഓരോ ആറ്റമുണ്ട്. ഹെക്സാഗണൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സിലും ആറ്റമുണ്ട്, അത് ഹെക്സാഗണൽ ഷേപ്പ് ആയിരിക്കും. പിന്നെ രണ്ട് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഉണ്ട്. പിന്നെ ബോഡിയുടെ സെൻറ്ററിൽ 3 ആറ്റംസ് ഉണ്ട്. ഇതുപോലെ ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്താലും അതിനൊരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട്. സോ നമ്മൾ ഒരു സാധനത്തിന് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മളൊരു സാധനത്തിന് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മെറ്റീരിയൽ അതിൻ്റെ ആക്ച്വൽ ഷേപ്പ് അല്ലെങ്കിൽ അത് ഏത് ഷേപ്പിലായിരുന്നോ ഇരിക്കേണ്ടിയിരുന്നത് ആ ഷേപ്പിൽ നിന്ന് മാറി മറ്റൊരു ഷേപ്പിലേക്ക് അത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനൊരു ഡിഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ ജനറലി പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയും. ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ക്രിസ്റ്റലിൻ്റെ സ്പെസിഫിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് ഉണ്ടാകാവുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസിനെയാണ് നമ്മൾ ജനറലി എന്ത് പറയുന്നത്? ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ നമ്മൾ മെയിൻലി 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിലൊന്ന് പോയിന്റ് ഡിഫക്റ്റ് ആണ്, 2 ലൈൻ ഡിഫക്റ്റ്, 3 സർഫസ് ഡിഫക്റ്റ് ആൻഡ് ഫൈനലി വോളിയം ഡിഫക്ട്സ്. ഇതിനകത്ത് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഡിഫക്റ്റ് ആയിരിക്കും. അതിനെ നമ്മൾ ജനറലി 0 ഡയമെൻഷണൽ എന്നാണ് പറയുന്നത്. 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്നാണ് നമ്മൾ ജനറലി അതിനെ പറയുന്നത്, അല്ലെങ്കിൽ 0D എന്ന് നമ്മൾ പറയും. അടുത്തെന്ന് പറഞ്ഞാൽ ലൈൻ ഡിഫക്റ്റാണ്. എലോങ് എ ലൈൻ, നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എലോങ് ദ ലൈൻ ആയിരിക്കും ഈ പറയുന്ന ഡിഫക്റ്റ് ഹാപ്പൻ ചെയ്യുന്നത്. സോ അങ്ങനെ ലൈൻ ഡിഫക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ ലൈൻ ഡിഫക്ട്സിനെ നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയും. അതുപോലെ സർഫസ് ഡിഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സർഫസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സർഫസിൽ ഫുള്ളാണ്, അതായത് ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് കാണും. സോ അലോങ് എ ഫുൾ സർഫസിലായിരിക്കും ഇതിൻ്റെ ഡിഫക്റ്റ് ഹാപ്പൻ ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് 2 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് ജനറലി നെയിം ചെയ്യാം. ഇനി ലാസ്റ്റ് വരുന്നത് വോളിയം ഡിഫക്റ്റാണ്. വോളിയം ഡിഫക്റ്റ് ഇസ് ആക്ച്വലി എ 3 ഡയമെൻഷണൽ ഡിഫക്റ്റ്. 3 ഡയമെൻഷണൽ ഡിഫക്റ്റ് ദ ഫുൾ ബോഡിയിലായിരിക്കും ഇതിൻ്റെ ഡിഫക്റ്റ് ഹാപ്പൻ ചെയ്യുന്നത്. സോ നമ്മളിപ്പം മെയിൻലി 4 ടൈപ്പ് ഡിഫക്ട്സ് പഠിച്ചു. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ് ആണ്, അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഹാപ്പൻ ചെയ്തതാണ്, ഇതൊരു 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ലൈൻ ഡിഫക്റ്റ് ആണ്, ഒരു 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് എലോങ് ദ ലൈൻ ഹാപ്പൻ ചെയ്യുന്നതാണ്. അടുത്ത് സർഫസ് ഡിഫക്റ്റ് ആണ്, എലോങ് എ സർഫസ് ആക്ട് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ്, ഇറ്റ്സ് എ 2 ഡയമെൻഷണൽ ഡിഫക്റ്റ്. ദെൻ വോളിയം ഡിഫക്റ്റ് ഒരു 3 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിന്റ് ഡിഫക്ട്സ് ആണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻസിനകത്തേക്ക് കിടക്കണം. ക്ലാസിഫിക്കേഷനകത്ത് ആദ്യം വരുന്നത് പോയിന്റ് ഡിഫക്റ്റ് ആണ്. പോയിന്റ് ഡിഫക്റ്റിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് വേക്കൻസി ഡിഫക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഹാപ്പൻ ചെയ്യുന്ന ഡിഫക്റ്റ് ആണ്. സോ അതിനകത്ത് ഫസ്റ്റ് ഹാപ്പൻ ചെയ്യുന്നത് വേക്കൻസി ഡിഫക്റ്റ് ആണ്. ആൻ ആറ്റം മിസ്സിംഗ് ഫ്രം റെഗുലർ ലാറ്റിസ് പൊസിഷൻ. അതായത് നമുക്ക് ഈ ഫസ്റ്റ് ഫിഗർ എടുക്കാം. നമ്മൾ ജനറലി നോക്കുവാണെങ്കിൽ ഇതുപോലെ എല്ലാ പൊസിഷനിലും ആറ്റംസ് ഫിൽഡ് ആയിരിക്കണം. നമ്മൾ നോർമലി ഒരു ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ആറ്റം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പൊസിഷനിലും ആറ്റംസ് ഫിൽഡ് ആയിരിക്കണം. പക്ഷെങ്കിൽ ഒരു വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ റെഗുലർ പൊസിഷൻ, ഇതാണ് ഇതിൻ്റെ റെഗുലർ പൊസിഷൻ. ആ റെഗുലർ പൊസിഷനിൽ അതിൻ്റെ ഒരു ആറ്റം മിസ്സിങ് ആയിട്ട് വരും. അതായത് ഇപ്പം ആക്ച്വലി ഇവിടെ ഞാനിപ്പോൾ ബ്ലൂ കളറിൽ പോയിന്റ് ചെയ്തേക്കുന്നത് ഇതൊരു ആറ്റമാണ്. ആക്ച്വലി ഇത് ഈ ഒരു അറേഞ്ച്മെൻറ്റിനകത്ത് ഇവിടെ കാണേണ്ടിയിരുന്ന ഒരു ആറ്റമാണ്. ഇപ്പം നമ്മൾ ഒരു സിമ്പിൾ ക്യൂബിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോർണർ ആറ്റത്തിനെ എടുക്കാം.
അല്ലെങ്കിൽ ബോഡി സെൻറ്റേഡ് ആറ്റത്തിന് എടുക്കുക, അതിൻ്റെ ബോഡിയുടെ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനകത്ത് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ആറ്റം, ആ ആറ്റം അതിൻ്റെ ആക്ച്വൽ പോയിന്റിൽ കാണാതെ ആ പോയിന്റിൽ മിസ്സിങ് ആവുക. ഇപ്പോൾ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, സോ നൗ ദ ആറ്റം ഈസ് മിസ്സിങ്, അതിൻ്റെ ആക്ച്വൽ പൊസിഷനിൽ നിന്ന് ആ ആറ്റം മിസ്സിങ് ആവുക. അതിനെയാണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. സോ വേക്കൻസി ഡിഫക്റ്റ്, an atom missing from the regular lattice position. അടുത്ത് വരുന്നതാണ് interstitial C defect. interstitial C defect. ഇപ്പോൾ നമുക്കിവിടെ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന് റെഗുലർ പൊസിഷൻസും ഉണ്ട്, ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻസും ഉണ്ട്. നമ്മൾ നേരത്തെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ടൈറ്റായിട്ടാണ് ആറ്റംസ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഞാനൊരു ഫ്രണ്ട് വ്യൂ മാത്രം വരയ്ക്കുകയാണ്. ഇതുപോലെ ആറ്റംസ് ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. ഇത്തരം പൊസിഷനിൽ നമുക്ക് ആറ്റംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വോയിഡ് സ്പേസസ് ഉണ്ടല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് ഓറഞ്ച് കളറിൽ ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ വോയിഡ് സ്പേസസ്, അവിടെ ആറ്റംസ് ഇല്ല. അപ്പം ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ആറ്റംസ് ഉണ്ട്, ഇവിടെ ആറ്റമുണ്ട്, ഇവിടെ ആറ്റമുണ്ട്, ഇവിടെ ആറ്റമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇപ്പം ഞാൻ ഓറഞ്ച് കളറിൽ പ്ലോട്ട് ചെയ്യുന്നത് ഇതെല്ലാം ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻസ്, അതായത് അത് വോയിഡ് പൊസിഷൻസാണ്. ആക്ച്വലി അവിടെ നമ്മുടെ റെഗുലർ സ്ട്രക്ചറിൽ നമുക്ക് ആറ്റംസ് ഇല്ല. സോ എന്ത് സംഭവിക്കും, ഇൻറ്റർസ്റ്റീഷ്യൽ സി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോയിഡ് സ്പേസിലേക്ക് ഒരു എക്സ്ട്രാ ആറ്റം വന്ന് ഇരിക്കുന്നതാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് ഒരു എക്സ്ട്രാ ആറ്റം, ആൻ ആറ്റം ട്രാപ്ഡ് ഇൻ ഇൻറ്റർസ്റ്റീഷ്യൽ പോയിന്റ് ഈസ് നോൺ ആസ് ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറയുന്നത്. സോ ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്നാന്ന് മനസ്സിലായല്ലോ. വേക്കൻസിയുടെ നേരെ ഓപ്പോസിറ്റാണ്. വേക്കൻസിക്കകത്ത് ഒരു ആറ്റം മിസ്സിംഗ് ആയിരുന്നു, ഇൻറ്റർസ്റ്റീഷ്യൽ സിക്കകത്ത് ഒരു ആറ്റം എക്സ്ട്രാ ഉണ്ട്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേക്കൻസി ആൻഡ് ഇൻറ്റർസ്റ്റീഷ്യൽ സി. സോ നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എന്താണ്, നോർമൽ അറ്റോമിക് സ്ട്രക്ചർ അല്ലാതെ വേറൊരു ഫോറിൻ മെറ്റീരിയൽ ഇതിനകത്തേക്ക് വരികയാണ്. ആൻഡ് ഇംപ്യൂരിറ്റി ആറ്റം പ്രസൻറ്റ് ഇൻ ദ ലാറ്റിസ്, അതിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് തന്നെ രണ്ട് തരത്തിലുണ്ടാവാം. അതായത് ഒരു റെഗുലർ ഇംപ്യൂരിറ്റിയും ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റി. അതായത് ഇംപ്യൂരിറ്റി, നോർമൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റും ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റിയും ഉണ്ടാകാം. അപ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ സി നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ് ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറഞ്ഞാൽ? ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറഞ്ഞാൽ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് ഒരു എക്സ്ട്രാ ആറ്റം വന്നിരിക്കുകയാണ്. ഇവിടെ ഇതേ ആറ്റം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ബ്ലൂ കളറിലുള്ള ഇതേ ആറ്റം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇംപ്യൂരിറ്റിക്കകത്ത് നമ്മൾ ഇംപ്യൂരിറ്റി എടുക്കുവാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ആറ്റംസ് ബ്ലൂ കളറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ആറ്റത്തിൻ്റെ സെയിം മെറ്റീരിയൽ അല്ല, വേറൊരു ആറ്റം ഇതിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മളിതിനെ ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റി എന്ന് പറയും. ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് ഒരു എക്സ്ട്രാ ഇംപ്യൂരിറ്റി ആറ്റം വന്നിരിക്കുകയാണ്, അതിനെയാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനിയും അടുത്തതെന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റിയാണ്. നമ്മളിവിടെ പറഞ്ഞു റെഗുലർ പൊസിഷൻ അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ. ഇപ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ നമ്മൾ പറഞ്ഞു. ഇനി റെഗുലർ പൊസിഷനിൽ ഇംപ്യൂരിറ്റി വരിക, അതായത് ഒരാറ്റത്തിൻ്റെ റെഗുലർ പൊസിഷൻ, ഇപ്പോൾ ഈ ഒരു ആറ്റത്തിന് എടുക്കാം. ഈ ആറ്റത്തിൻ്റെ ഞാനിപ്പോൾ ഓറഞ്ച് കളറിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്, ഈ ആറ്റത്തിൻ്റെ റെഗുലർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബ്ലൂ കളറിൽ. സോ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഈ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു ഇംപ്യൂരിറ്റി ആറ്റം വന്നിരിക്കുക. സോ ഒരു ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷണൽ ആറ്റം വന്നിരിക്കുക. അതിനെയാണ് നമ്മൾ ജനറലി സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്. സോ ഇംപ്യൂരിറ്റി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? വി ഹാവ് ആൻ ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റി ആൻഡ് ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റി ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി. രണ്ട് ടൈപ്പ് ഇംപ്യൂരിറ്റിയാണ് നമുക്ക് ജനറലി ഉള്ളത്, ഇൻറ്റർസ്റ്റീഷ്യൽ ഇംപ്യൂരിറ്റി ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി. സോ ഇത്രയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു.
പോയിന്റ് ഡിഫക്റ്റിനകത്ത് ഇനിയുള്ള രണ്ട് ഡിഫക്റ്റാണ്. ഒന്ന് ഫ്രെങ്കൽ ഡിഫക്റ്റും മറ്റൊന്ന് ഷോട്ട്കി ഡിഫക്റ്റും. ഫ്രെങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോട്ട്കി ഡിഫക്റ്റ്, ഇത് നിങ്ങൾ പലരും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. സോ ഇത് മെയിൻലി ഹാപ്പൻ ചെയ്യുന്നത് അയോണിക് ക്രിസ്റ്റൽസിനകത്താണ് ഈ ഫ്രെങ്കൽ ആൻഡ് ഷോട്ട്കി ഡിഫക്റ്റ് ഹാപ്പൻ ചെയ്യുന്നത്. നമുക്കറിയാം കാറ്റയോൺസ് സ്മോളർ സൈസാണ്, ആനയോൺസ് ലാർജ് സൈസാണ്. സോ ഇത് അയോണിക് ക്രിസ്റ്റൽസിനകത്ത് ഇത് പെയർസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരെണ്ണം സ്മോളറും ഒരെണ്ണം ലാർജറും. ഇതിനകത്ത് ഈ സ്മോളറായിട്ട് വരച്ചിരിക്കുന്നത് കാറ്റയോൺസ് ആണ്, ലാർജറായിട്ട് വരച്ചിരിക്കുന്നത് ആനയോൺസ് ആണ്. ആനയോൺസ്. സോ വി ഹാവ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് അറേഞ്ച്ഡ് ഇൻ റെഗുലർ പാറ്റേൺസ് ഇൻ അയോണിക് ക്രിസ്റ്റൽസ്. ഇനി എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an atom is displaced from a regular site to another site. അതിൻ്റെ റെഗുലർ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ഇവിടെ ഇതിൻ്റെ ഒരു റെഗുലർ പൊസിഷൻ ഉണ്ടായിരുന്നു. സോ ഇവിടെ ഒരു സ്മോളർ ആറ്റം ആയിരുന്നു വരേണ്ടത്, അല്ലെങ്കിൽ ഒരു കാറ്റയോൺ ആയിരുന്നു വരേണ്ടത്. ഈ കാറ്റയോൺ ഈ പൊസിഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറി, ഇത് ഷിഫ്റ്റ് ചെയ്ത് ഇതിനെ ന്യൂ പൊസിഷനിലേക്ക് പ്ലോട്ട് ചെയ്തു, മൂവ് ചെയ്തു. അതായത് ഇവിടെ രണ്ട് ബ്ലൂ കളർ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ആക്ച്വലി ഒരു ബ്ലൂ കളർ കാറ്റയോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു, അല്ല ഒരു കാറ്റയോൺ ആയിരുന്നു. ഈ കാറ്റയോണിനെ ഇവിടേക്ക് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്ക് മാറി. ഇനി എന്തുകൊണ്ടാണ് കാറ്റയോൺ മാറിയത്? കാറ്റയോൺസിലും ആനയോൺസിലും നോക്കുവാണെങ്കിൽ കാറ്റയോൺസ് സൈസ് സ്മോളറാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അതിനെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ കയറി ഒക്യുപ്പൈ ചെയ്യാം. കുറച്ച് സ്ഥലമുള്ളെങ്കിൽ അതിനിരിക്കാൻ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് കാറ്റയോൺസ് ആണ് ആ പൊസിഷനിലേക്ക് ഒക്യുപ്പൈ ആയത്. സോ അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ്സ് നോൺ ആസ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അത് when an ion is displaced from a regular site to another site, it is known as ഫ്രെങ്കൽ ഡിഫക്റ്റ്. അടുത്ത് വരുന്നത് ഷോട്ട്കി ഡിഫക്റ്റ് ആണ്. ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഇസ് മിസ്സിംഗ്. നേരത്തെ എന്തായിരുന്നു? ഒരു ആറ്റമായിരുന്നു ഡിസ്പ്ലേസ് ചെയ്തിരുന്നത്, ഇവിടെ ഒരു പെയർ ആണ് മിസ്സിംഗ് ആയത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മോളർ ആറ്റമായിരുന്നു, ഇറ്റ്സ് എ കാറ്റയോൺ ആയിരുന്നു. ഇവിടെ ഒരു ആനയോണും ആയിരുന്നു. ഇവിടെ ഒരു ആനയോൺ ആയിരുന്നു. കാറ്റയോൺ ആനയോൺ കാറ്റയോൺ ആനയോൺ ഇതായിരുന്നു അറേഞ്ച്മെന്റ്. സോ ഇവിടെ ഒരു പെയർ മിസ്സിംഗ് ആണ്. ഈ രണ്ട് ആറ്റമും ഇവിടുന്ന് മിസ്സിംഗ് ആയി. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഷോട്ട്കി ഡിഫക്റ്റ്. രണ്ടുകൂടെ മാറിപ്പോരുത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അയോൺ ഈസ് ഡിസ്പ്ലേസ് ഫ്രം എ റെഗുലർ സൈറ്റ് ടു അനദർ സൈറ്റ്. അത് കാറ്റയോൺസ് ആയിരിക്കും മെയിൻലി മൂവ് ചെയ്യുന്ന കാര്യം. കാറ്റയോൺസ് സ്മോളർ സൈസാണ്. ദെൻ ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എ പെയർ ഈസ് ബീങ് ഡിസ്പ്ലേസ്, അല്ലെ പെയർ മിസ്സിംഗ് ആകുന്ന ഒരു കേസിനെയാണ് നമ്മൾ ജനറലി ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് കഴിഞ്ഞു. അടുത്ത ഡിഫക്റ്റ് എന്ന് പറയുന്നത് ലൈൻ ഡിഫക്റ്റ് ആണ്. ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിംഗിൾ ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. നേരത്തെ പോയിന്റ് ഡിഫക്റ്റ് 0 ഡയമെൻഷണൽ ആയിരുന്നു, ഇത് 1 ഡയമെൻഷണൽ. സോ ഇത് എലോങ് എ ലൈൻ ഹാപ്പൻ ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ലൈൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്നൊക്കെ നമ്മൾ ജനറലി പറയാറുള്ളത്. സോ ഡിസ്ലൊക്കേഷൻ ഇസ് എ റീജിയൻ ഓഫ് ലോക്കലൈസ്ഡ് ലാറ്റിസ് ഡിസ്റ്റോർഷൻ വിച്ച് സെപ്പറേറ്റ്സ് ദ സ്ലിപ്പ് ആൻഡ് അൺസ്ലിപ്ഡ് പോർഷൻ ഓഫ് ദ ക്രിസ്റ്റൽ. The upper region of the crystal over the slip plane has slipped relative to the bottom portion. അതായത് അപ്പർ പോർഷൻ, നമുക്കൊരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിൻ്റെ അപ്പർ പോർഷൻ ആൻഡ് ബോട്ടം പോർഷൻ കാണും. ഇതൊരു ഫുൾ സെറ്റ് ആണെങ്കിൽ ഇതൊരു ഫുൾ സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അപ്പർ പോർഷൻ കാണും, ലോവർ പോർഷൻ കാണും. ഇത് ഒന്നിച്ചൊറ്റ പീസായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഡിസ്ലൊക്കേഷൻ ക്യാൻ ഹാപ്പൻ ഐദർ ഇൻ ദ അപ്പർ പ്ലെയിൻ ഓർ ഇൻ ദ ലോവർ പ്ലെയിൻ. അതായത് അപ്പർ പ്ലെയിനിന് റിലേറ്റീവായിട്ട് ബോട്ടം പ്ലെയിൻ, അല്ലെങ്കിൽ ബോട്ടം പ്ലെയിനിന് റിലേറ്റീവായിട്ട് അപ്പർ പ്ലെയിൻ ആണ് ഇരിക്കും ഇതിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സ്ലിപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്ലൊക്കേഷൻ ഇസ് നോൺ ആസ് ബർഗേഴ്സ് വെക്റ്റർ. അതായത് നമുക്ക് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്ന അതിനെയാണ് നമ്മൾ, അതിൻ്റെ ഡയറക്ഷനെയാണ് നമ്മൾ ബർഗേഴ്സ് വെക്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇതിപ്പം ഒരു 2 ലൈൻ ഡിഫക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. സോ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബർഗേഴ്സ് വെക്റ്റർ എന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷനാണ്. അതായത് എഡ്ജസിനകത്തുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ അത് എന്താണെന്ന് നമുക്ക് പറയാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾക്ക് ഈ ബുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ബുക്കിന്
സോ സോ ഈ ബുക്കിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട് അല്ലേ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഉണ്ട് ഇതിന്. സോ ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലേക്ക് ഞാനൊരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ആണെന്ന് വിചാരിക്കുക. ഞാനിത് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു സെൻട്രൽ പൊസിഷനിലേക്ക് ഞാനിതിനെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതിനെ ഇൻസേർട്ട് ചെയ്തു. എന്ത് സംഭവിച്ചു? ഇവിടെ പെർഫെക്റ്റ്ലി റെക്റ്റാങ്കിൾ, അതായത് താഴേക്ക് എങ്ങനെയായിരുന്നു വരുന്നത്, ഇതുപോലെ പെർഫെക്റ്റ്ലി റെക്റ്റാങ്കിൾ ആയിരുന്ന സാധനം എന്ത് സംഭവിച്ചു? അതിൻ്റെ എഡ്ജസ് വെളിയിലേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. നമുക്ക് ഇവിടുത്തെ ഫിഗർ നോക്കിയാൽ അറിയാം, ഇത് ഒരു ഫ്ലാറ്റ് സാധനമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് നമ്മുടെ നേരത്തെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടേത് നോർമൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പായിരുന്നു അല്ലേ. ഈ റെക്റ്റാങ്കുലർ ഷേപ്പിന് എന്ത് സംഭവിച്ചു? ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം, ഇവിടുത്തെ ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം വന്നപ്പോൾ ഇതിൻ്റെ ഇവിടം വരെ കുഴപ്പമില്ല. എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം അതിന് മുമ്പത്തെ രണ്ട് പ്ലെയിനിലേക്കാണ് ഇൻസേർട്ട് ആയേക്കുന്നത്. സോ ഇവിടുന്ന് ഇത് വെളിയിലേക്ക് ഡിസ്ലൊക്കേറ്റ് ആയി. ദ ടോപ്പ് സർഫസ് അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജസ് മാത്രം വെളിയിലേക്ക് ഡിസ്ലൊക്കേറ്റ് ആയി. ഇതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നോർമൽ ഷേപ്പിലിരുന്ന സാധനം ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ആയപ്പം നമ്മളിതിനെ എന്ത് പറയുന്നു? എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നു. ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ബോട്ടം ഹാഫിലും ടോപ്പ് ഹാഫിലും ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ ആദ്യത്തെ ഫിഗർ, ഈ രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഏത് ഫിഗർ എടുത്താലും ഇവിടെ ഈ ബോട്ടം ഹാഫിലാണ് ഇതിനകത്ത് ആറ്റംസ് ഇൻസേർട്ട് ആയിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇത് ഇൻസേർട്ട് ആയിരിക്കുന്നത്. സോ മുകളിലാണ് ഇത് ഇൻസേർട്ട് ആകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടം വരെയാണ് ഈ പ്ലെയിൻ നിൽക്കുന്നത്, ഇവിടെയാണ് ഇത് ഇൻസേർട്ട് ആയേക്കുന്നത്. സോ ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടഡ് ടി പോലെയായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനിയും ഇത് ബോട്ടം പ്ലെയിനിലാണ് ഈ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ആയിരിക്കുന്നത്. അതായത് നമ്മുടെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു, ഈ സാധനം നമ്മൾ ഈ ബോട്ടം പ്ലെയിനിലേക്കാണ് ഇത് ഇൻസേർട്ട് ആകുന്നതെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ വരും? അതായത് ബോട്ടം പ്ലെയിൻ ആയിരിക്കും ഇതിന് ഡീവിയേഷൻ ഉണ്ടാകുന്നത്. സോ ഇതിനെന്താ വരുന്നത്? ഇതാണ് നമ്മുടെ പ്ലെയിൻ ഡയറക്ഷൻ. എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം എവിടെയാണ് ഇൻസേർട്ട് ആയിരിക്കുന്നത്? താഴെയാണ് ഇൻസേർട്ട് ആയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഷേപ്പ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ടി എന്നുള്ളൊരു ഷേപ്പിലായിരിക്കും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ആറ്റംസ് ഉണ്ട്. നമുക്കിതിനകത്ത് ആറ്റംസ് ഉണ്ട്. ഞാൻ ഇതിനെ ആറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. 1 2 3 and 4. ഇതുപോലെ ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ ആറ്റംസ് ഉണ്ട്. ഇത് ജസ്റ്റ് നമ്പർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങളിത് നമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. സോ ഇത് നമുക്ക് ഇതുപോലെ ലാറ്റീസിലെ ആറ്റംസ് ഉണ്ട്. സോ ഇതിനകത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഞാൻ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് എവിടെയാണ്? ഞാനിപ്പോൾ ടോപ്പ് ഹാഫിലാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചു. 1 2 ടോപ്പ് ഹാഫിലാണ് ഞാൻ ഇതിനെ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഷേപ്പ് ഇപ്പോൾ എന്തായിരുന്നു? ഒരു പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ആയിരുന്നു ആദ്യം. സോ രണ്ടാമത് ഞാൻ ഇതിന് എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇതിന് എന്ത് സംഭവിച്ചു? ഇവിടം വരെ ഇതിന് ഷേപ്പ് ചേഞ്ചസ് ഒന്നുമില്ല, കാര്യം അവിടെ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ആയിട്ടില്ല. ഇവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു 17 and 18 എന്ന് പറഞ്ഞേക്കുന്ന രണ്ട് ഗ്രീൻ കളർ ആറ്റംസ് ഈ ബാക്കി ആറ്റംസിനെ രണ്ട് സൈഡിൽ, കാര്യം ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബെഞ്ചിൽ 4 പേര് ഇരിക്കുക, അതിൻ്റെ നടുവിലേക്ക് ഒരാൾ വന്നിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? സൈഡിൽ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ ബെഞ്ചിൽ 4 പേര് ഇരിക്കുകയാണെങ്കിൽ നാല് പേര് ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കി രണ്ട് പേര് സൈഡിലേക്ക് സ്പ്ലിറ്റ് ആവും. സോ അതിൻ്റെ ഷേപ്പ് എന്ത് വരും? ഇതിൻ്റെ സൈഡ് ഈ രീതിയിൽ ചേഞ്ച് വരും. ഇതിൻ്റെ എഡ്ജിന് ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് നമ്മളിതിനെ എന്ത് പറയുന്നത്? എഡ്ജ് ഡിസ്ലൊക്കേഷൻ. നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ഇറ്റ്സ് നോൺ ആസ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. സോ ഇതിനെ രണ്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്.
പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അല്ലെങ്കിൽ ടോപ്പ് ഹാഫിലാണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടഡ് ടി ആണ്, ബോട്ടം ഹാഫിലാണ് ഒരു ടി ഷേപ്പിലായിരിക്കും നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യാനുണ്ട്. അത് ബർഗേഴ്സ് വെക്ടർ എന്ന് പറയും. ഏത് ഡയറക്ഷനിലാണോ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് നമ്മളതിനെ ഇതിൻ്റെ ബർഗേഴ്സ് വെക്ടർ എന്ന് നമ്മൾ ജനറലി പറയുന്നു. അടുത്ത് വരുന്നത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആണ്. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇങ്ങനെ ഉണ്ടായ ഒരു പ്ലെയിനകത്തേക്ക് ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ആകുന്നു. ഇവിടെ ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഇൻസേർട്ട് ആകുമ്പം എന്ത് സംഭവിച്ചു? ഇതിൻ്റെ എഡ്ജസ് വെളിയിലേക്ക് സ്പ്ലിറ്റായി. അടുത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ. സോ നിങ്ങൾ ഈ എഡ്ജസ് മാത്രം നോക്കിയാൽ മതി, സൈഡിലേക്ക് നോക്കണ്ട, ഇത്രയും പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഒരു ഷിയർ ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഓരോ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ സർഫസ് കുറച്ചകത്തേക്ക് കയറിപ്പോവും. അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കുറച്ച് അകത്തേക്ക് ബെൻഡാവും. ഈ രീതിയിൽ കുറച്ച് അകത്തേക്ക് ബെൻഡായി പോകും. നമ്മളിപ്പോൾ ഫിഗർ ചെയ്യാൻ കാണിച്ചത് ഇതുപോലെ, ഞാനിത് തിരിച്ച് കാണിക്കുകയാണ്. ഇതുപോലെ അകത്തേക്ക് കുറേ പോർഷൻസ് കയറിപ്പോവും. ഇതിനെയാണ് നമ്മൾ ജനറലി സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് പ്ലോട്ട് ചെയ്ത് കാണിക്കാം. ഇത് നമുക്കൊരു നോർമൽ ഷേപ്പാണെന്ന് വിചാരിക്കുക. ഇനീഷ്യലി ഞാനിതിനെ ഒരു നോർമൽ ഷേപ്പിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു. പ്ലെയിൻ ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സോ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഈ ടോപ്പ് ഹാഫ് ഈ ഡയറക്ഷനിലേക്ക് സ്ലിപ്പായി പോവുകയാണ്. സോ ഇവിടെ ഒരു ചെറിയൊരു ക്രാക്ക് ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഫോം ചെയ്യുക. ഇത്രയും പോർഷനിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഫോം ചെയ്യുക. ഇതിനെയാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ നമ്മൾ ജനറലി പറയുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ബർഗേഴ്സ് വെക്ടർ ആൻഡ് ബർഗേഴ്സ് സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്നു അല്ലേ, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരുന്നു. സോ ഇവിടെ ഒരു ബർഗേഴ്സ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന ആക്ച്വൽ ഷേപ്പിൽ നിന്ന് വരച്ച പിക്ചർ ഔട്ടറായി പോയിട്ടുണ്ട്. ഇവിടം വരെ വന്നു കഴിയുമ്പം ഇവിടെയാണ് ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ വന്നും ഇങ്ങനെ വരും. സോ ഈ ഒരു ഡയറക്ഷൻ ഇവിടെയാണ് ഷേപ്പ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ബർഗേഴ്സ് വെക്ടർ എന്നും, ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന സർക്യൂട്ടിനെ ബർഗേഴ്സ് സർക്യൂട്ട് എന്നും നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കും. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബർഗേഴ്സ് സർക്യൂട്ട് ആൻഡ് ബർഗേഴ്സ് വെക്ടർ. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെയും ഒരു സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെയും ബർഗേഴ്സ് സർക്യൂട്ടും ബർഗേഴ്സ് വെക്ടറുമാണ്. നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ തന്നെ പ്ലോട്ട് ചെയ്താൽ മതി. ബർഗേഴ്സ് സർക്യൂട്ടിൻ്റെയും ബർഗേഴ്സ് വെക്ടറിൻ്റെയും എഡ്ജ് ഡിസ്ലൊക്കേഷനെയും സ്ക്രൂ ഡിസ്ലൊക്കേഷനെയും ഫിഗർ. നെക്സ്റ്റ് വരുന്നത് സർഫസ് ഡിഫക്റ്റാണ്. സോ നമ്മളിപ്പോൾ മെയിൻലി 2 ടൈപ്പ് ഡിഫക്റ്റ് പഠിച്ചു. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ്, 2 ലൈൻ ഡിഫക്റ്റ്. മൂന്നാമത് വരുന്നത് സർഫസ് ഡിഫക്റ്റാണ്. ഇറ്റ്സ് എലോങ് എ സർഫസ്, ഒരു 2 ഡയമെൻഷണൽ ഡിഫക്റ്റാണ്. അതിനകത്ത് നമുക്ക് ആദ്യം വരുന്ന ഡിഫക്റ്റാണ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ്. ഗ്രെയിൻ ബൗണ്ടറീസ് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഗ്രെയിൻ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ? ഗ്രെയിൻ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രെയിൻസ് പല ഓറിയൻറ്റേഷൻസിൽ വരാം. നമ്മൾ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി പഠിച്ചു, ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി പഠിച്ചു. അങ്ങനെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമ്മൾ ഗ്രെയിൻസ് അലൈൻമെൻറ്റ് വരാം. കാര്യം ലിക്വിഡ് മോൾട്ടൺ സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഒരു ഓറിയൻറ്റേഷനകത്തൊരു ചേഞ്ച് വരാം. സോ അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പം ദർ ക്യാൻ ഹാപ്പൻ ഗ്രെയിൻ ബൗണ്ടറീസ്. സോ എലോങ് ദി ബൗണ്ടറീസ് ഉണ്ടാകാവുന്ന ഡിഫക്റ്റിനെയാണ് ഉണ്ടാകാവുന്ന സർഫസ് ഡിഫക്റ്റിനെയാണ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. Most of the crystalline solids are an aggregate of several crystals. Such materials are known as polycrystalline materials. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ് polycrystalline materials. Each crystal is known as
grain. The boundary between the grains is known as grain boundary. A grain boundary is a region of atomic disorder in the lattice only a few atomic diameter wide. The orientation of the crystals changes across the grain boundary as shown in the figure B. Grain boundaries acts as obstacles to dislocation motions, hence the presence of more grain boundaries will increase the strength. ഇവിടെ കാണിച്ചേക്കുന്നതാണ് ഗ്രെയിൻ ബൗണ്ടറീസ്. ഡിഫക്ട്സ് ഹാപ്പനിങ് ഇത് ഒരു ഓറിയൻറ്റേഷനിലാണ്. ഇവിടെ കാണിച്ചേക്കുന്നതാണ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ്. ഇവിടെ ഇത് പലതും പല ഓറിയൻറ്റേഷനിലാണ്. ഗ്രെയിൻ 1 ഒരു ഓറിയൻറ്റേഷനിൽ, ഗ്രെയിൻ 2 വേറെ ഓറിയൻറ്റേഷനിൽ, ഗ്രെയിൻ 3 വേറെ ഓറിയൻറ്റേഷനിൽ. സോ ഇവിടെ ഉണ്ടാകുന്ന ഗ്രെയിൻ ബൗണ്ടറീസ്. സോ ദ ഡിഫക്ട്സ് ഹാപ്പനിങ് അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് ആർ നോൺ ആസ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്ട്സ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. അടുത്ത ഒരു ഡിഫക്റ്റ് ആണ് ടിൽറ്റ് ബൗണ്ടറി ഡിഫക്റ്റ്. ഇതിനകത്ത് തന്നെ 2 ഡിഫക്ട്സ് വരുന്നുണ്ട്. ടിൽറ്റ് ബൗണ്ടറി ഡിഫക്റ്റും വരുന്നുണ്ട്, ട്വിസ്റ്റ് ബൗണ്ടറി ഡിഫക്റ്റ്. ടിൽറ്റ് ബൗണ്ടറി ഡിഫക്റ്റ് ആൻഡ് ട്വിസ്റ്റ് ബൗണ്ടറി ഡിഫക്റ്റ്. അതായത് നമ്മൾ നേരത്തെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ പഠിച്ചു. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആറ്റത്തിനകത്തേക്ക് സെൻറ്ററിലേക്ക് എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം വന്നപ്പം ഈ ടോപ്പ് സർഫേസ് വെളിയിലേക്ക് എഡ്ജസ് മാത്രം ഡിസ്ലൊക്കേറ്റ് ആയി. ഇതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഹാപ്പൻ ചെയ്ത 2 ക്രിസ്റ്റൽസ്, ഇങ്ങനെ ഇതുപോലൊരു ക്രിസ്റ്റൽ, അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ വേറെ ക്രിസ്റ്റൽസും വന്നു കഴിഞ്ഞാൽ, ഞാനിതിനെ ഇങ്ങനെ തന്നെ പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെ 2 ക്രിസ്റ്റൽസ് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷനുള്ള 2 ക്രിസ്റ്റൽസ് ആണ്. ഇതിപ്പം സെയിം ക്രിസ്റ്റലാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഇപ്പം ഇത് ഒരു എഡ്ജ് ഉള്ള ഒരു ഡിസ്ലൊക്കേഷനുള്ള ഒരു ക്രിസ്റ്റലും ഇത് എഡ്ജ് ഡിസ്ലൊക്കേഷനുള്ള മറ്റൊരു ക്രിസ്റ്റലും ആണെങ്കിൽ ഇത് തമ്മിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും, ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. സോ അങ്ങനെ ഉണ്ടാകുമ്പം അതിൻ്റെ എഡ്ജ് ഡിസ്ലൊക്കേഷനിൽ ഉണ്ടാകാവുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ ടിൽറ്റ് ബൗണ്ടറി ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്വിസ്റ്റ് ബൗണ്ടറി ഉണ്ട്. ട്വിസ്റ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. നമ്മൾ ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് 2 എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉള്ള ക്രിസ്റ്റൽസ് ജോയിൻ ചെയ്യുന്നതാണ്. ട്വിസ്റ്റ് ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ 2 സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഉള്ള ക്രിസ്റ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് ട്വിസ്റ്റ് ബൗണ്ടറി ഡിഫക്ട്സ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ടിൽറ്റ് ബൗണ്ടറി ഡിഫക്റ്റ് ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഡിസ്ലൊക്കേഷൻ ഉണ്ട്. ഈ 2 ഡിസ്ലൊക്കേഷൻ തമ്മിൽ ജോയിൻ ചെയ്യപ്പം അതിനകത്തുണ്ടാകുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ്, ഇതിനെയാണ് ടിൽറ്റ് ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു ബൗണ്ടറി ഡിഫക്റ്റ് ആണ് ട്വിൻ ബൗണ്ടറി ഡിഫക്റ്റ്. നമ്മൾ ട്വിൻ ബൗണ്ടറി നേരത്തെ പഠിച്ചിരുന്നു. എന്തായിരുന്നു ട്വിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മിറർ ഇമേജസിൽ നമ്മൾ ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം മിറർ ഇമേജസിൽ ആറ്റംസ് ഷേപ്പ് ചേഞ്ച് ഉണ്ടാകുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരുന്ന ഒരു സാധനത്തിന്, ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരുന്ന ഒരു സാധനത്തിന് ഇവിടെ ഒരു ഷിയർ ഫോഴ്സും ഇവിടെ ഒരു ഷിയർ ഫോഴ്സും ആയപ്പം ഇത് എന്ത് പറ്റി, ഇത് ബെൻഡ് ചെയ്തു അല്ലേ. ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് അടുത്ത ഷേപ്പിലേക്ക് കൺവേർട്ടായി ഇങ്ങനെ വന്നു. ഇതിവിടുന്ന് വീണ്ടും ബെൻഡ് ചെയ്യുക, ഇതിങ്ങനെ വന്നു. ഇവിടെ സോ ഇതാണ് ഇതിൻ്റെ ട്വിൻ ബൗണ്ടറീസ്. ഇതിൻ്റെ ഈ ബൗണ്ടറിയുടെ ഇങ്ങോട്ടും ഈ ബൗണ്ടറിയുടെ ഇങ്ങോട്ടും രണ്ടും എന്ത് ഷേപ്പിലായിരിക്കും, മിറർ ഇമേജസിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇത്. ഇതിനെയാണ് നമ്മൾ ട്വിൻ റീജിയൻ നമ്മൾ ജനറലി പറയാറുള്ളത്. സോ അങ്ങനെ ട്വിൻ ബൗണ്ടറീസിൽ ഉണ്ടാകാവുന്ന ഡിഫക്ട്സിനെയാണ് നമ്മൾ ട്വിൻ ബൗണ്ടറി ഡിഫക്ട്സ് എന്ന് ജനറലി പറയുന്നത്. So if the atomic arrangement on one side of boundary is a mirror reflection of the arrangement of other side, then it is known as twin boundary. As they occur in pair, they are called twin boundaries. At one boundary, orientation of atomic arrangement changes. At other boundary, it is restored back. The region between the pair of boundaries is known as twinned region. These boundaries are easily identified under an optical microscope. So ഇതാണ് twin boundary defect എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതാണ് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയും. സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് എന്താ, അടുക്കി വെക്കുക. അപ്പോൾ അടുക്കി വെക്കുന്നതിനകത്തുണ്ടാകുന്ന ഫോൾട്ടാണ് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഇതും ഒരു സർഫസ് ഡിഫക്റ്റ് ആണ്. നമുക്കൊരു HCP സ്ട്രക്ചർ എടുക്കാം. HCP സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ 6 എണ്ണത്തിന്, അതായത് ഈ 6 എണ്ണമുള്ള ഈ ഒരു പ്ലെയിനെ നമുക്ക്
എ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. സോ ഇതേ ഷേപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇതിനെ നമുക്ക് വീണ്ടും എ എന്ന് വിളിക്കാം. ഇതിൻ്റെ താഴേക്ക് യൂണിറ്റ് സെൽ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ ഒരു ബി ഷേപ്പ് പിന്നെയും വരും. സോ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എച്ച് സി പി ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ അറ്റോമിക് ഷേപ്പ് എങ്ങനെയായിരിക്കും, അല്ല അതിൻ്റെ അറ്റോമിക് അറേഞ്ച്മെൻറ്റിൻ്റെ പാറ്റേൺ എന്തായിരിക്കും? ദ അറേഞ്ച്മെൻറ്റ് വിൽ ബി ഇൻ എ ബി എ ബി എ ബി അറേഞ്ച്മെൻറ്റ്. അത് താഴേക്ക് വരുമ്പം എ ബി, അതായത് ഇത് എ, ഇത് ബി, ഇത് എ, ഇതിൻ്റെ താഴെ ഉണ്ടെങ്കിൽ അത് ബി, വീണ്ടും എ ബി, ആ രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ് പോകുന്നത്. സോ ഈ ഒരു സ്റ്റാക്കിംഗ് അറേഞ്ച്മെൻറ്റിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെയർ ഓഫ് ആറ്റംസ് ഇതിനകത്ത് മിസ്സിങ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എ ബി എ പിന്നെ ബി വരുന്നുണ്ട്, പക്ഷേ ബി ഇല്ല, വീണ്ടും എ ബി അങ്ങനെ പോവാം. അപ്പം അല്ലെങ്കിൽ എ ബി ബി എ ബി ഇങ്ങനെ ഈ രീതിയിൽ പോവുക. ഒരു പെയർ ഓഫ് ആറ്റം ഇതിനകത്തുനിന്ന് മിസ്സിങ് ആവുക. ഇതിനെയാണ് നമ്മൾ ജനറലി സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം സർഫസ് ഡിഫക്ട്സും പഠിച്ചു. അപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പോൾ 3 പഠിച്ചു. ഒന്ന് ലൈൻ ഡിഫക്ട്സ്, പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്, സർഫസ് ഡിഫക്റ്റ്. ലാസ്റ്റ് വൺ വരുന്നത് വോളിയം ഡിഫക്റ്റ്. ഒരു ഫുൾ വോളിയത്തിനകത്ത് ഉണ്ടാകാവുന്ന ഡിഫക്റ്റാണ്. സോ ഇറ്റ് ക്യാൻ ബി പോറോസിറ്റി, ഇൻക്ലൂഷൻസ്, ക്രാക്ക്. മെയിൻലി ഇതിനകത്ത് ഉണ്ടാകാവുന്ന ഇൻക്ലൂഷൻസ് ആണ്. ഒരു ഇമ്പ്യൂരിറ്റിയുടെ ഇൻക്ലൂഷൻസ്, അല്ലെങ്കിൽ ഈ ഫുൾ മെറ്റീരിയൽ ഇതിനകത്ത് ക്രാക്ക് അല്ലെങ്കിൽ എയർ കയറിയിരിക്കാം. ഇതൊക്കെയാണ് ജനറലി ഒരു വോളിയം ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്. മേ ബി അത് റോ മെറ്റീരിയൽസിൻ്റെ കംപ്ലൈൻറ്റും ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത സമയത്ത് എന്തെങ്കിലും എററും ഉണ്ടാവാം. എനിത്തിങ് ക്യാൻ ബി വോളിയം ഡിഫക്റ്റ്, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഡിഫക്റ്റ്, അല്ലെങ്കിൽ ബൾക്ക് ഡിഫക്റ്റ് എന്നൊക്കെ നമ്മൾ ജനറലി പറയുന്നത്. സോ ഇതാണ് നമ്മൾ ബേസിക്കലി വരുന്ന ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫക്റ്റിനകത്ത് നമ്മൾ വേക്കൻസി ഡിഫക്ട്സ് പഠിച്ചു, ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് പഠിച്ചു, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് പഠിച്ചു, ഫ്രെങ്കൽ ആൻഡ് ഷോട്ട്കി ഡിഫക്റ്റ് പഠിച്ചു. ദെൻ ലൈൻ ഡിഫക്ട്സ് പഠിച്ചു, എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ പഠിച്ചു. സർഫസ് ഡിഫക്ട്സിനകത്ത് വേരിയസ് ബൗണ്ടറി ഡിഫക്ട്സ് പഠിച്ചു. ദെൻ വോളിയം ഡിഫക്ട്സ് പഠിച്ചു. വോളിയം ഡിഫക്ട്സിനകത്ത് ജനറലി 3 ഡയമെൻഷണൽ ഡിഫക്ട്സ് ആണ് ഇതിനകത്ത് വരുന്നതെന്ന് പഠിച്ചു.